ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപരിപ്പും തേങ്ങയും വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലത്തെ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ സ്വീറ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപരിപ്പാണ്. ചെറുപരിപ്പ് എന്ന് പറയുമ്പോൾ മുങ്ദാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ 1 കപ്പ് മുങ്ദാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പ് നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഇത് നമുക്ക് വറുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കുമ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊന്നും മാറില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ പുറത്ത് വരും. ആ സമയം വരെ നന്നായിട്ട് വറുക്കുക. ഇപ്പോൾ ഈ പരിപ്പ് ഒരു പകുതിയോളം വറന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. പരിപ്പ് പകുതി വറുന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഈ പരിപ്പ് എടുത്തില്ലേ, അതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് തേങ്ങ എടുക്കുന്നത്. പരിപ്പ് നമ്മൾ 1 കപ്പാണ് എടുത്തത്, 1 കപ്പ് പരിപ്പാണ് എടുത്തത്. അതേ അളവിൽ തന്നെ നമ്മൾ 1 കപ്പ് തേങ്ങയും ഇതോടൊപ്പം ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ പരിപ്പ് നല്ല മുഴുവനായിട്ട് നമുക്ക് വറന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ തേങ്ങയും നല്ല രീതിയിൽ വറന്ന് കിട്ടും. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, അതിൻ്റെ ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. നല്ല മണം വരുന്നത് വരെ നന്നായിട്ട് വറുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും അതുപോലെ പരിപ്പും ഒക്കെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ പാൻ തന്നെ വീണ്ടും സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് കരിപ്പട്ടിയുടെ പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കരിപ്പട്ടിയും ചേർക്കാം, അല്ലെങ്കിൽ ശർക്കരയും ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ കരിപ്പട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരിപ്പട്ടി ചേർക്കുന്നത്. ശർക്കരയെക്കാളും കൂടുതൽ ടേസ്റ്റ് കരിപ്പട്ടിയാണ്. അപ്പോൾ കരിപ്പട്ടി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. നിങ്ങളിതിലേക്ക് കട്ടയായ കരിപ്പട്ടിയോ ശർക്കരയോ ആണ് ചേർക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ നന്നായിട്ട് അലിയിച്ചതിന് ശേഷം അരിച്ചെടുക്കണം. എന്നാൽ ഇതിൽ മണ്ണും പൊടിയൊന്നുമില്ല, ഓർഗാനിക്കായ കരിപ്പട്ടിയാണ്. അതുകൊണ്ട് മാത്രം ഞാനിത് അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ ചക്കരപ്പാനി അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ തണുക്കാനായി വെച്ചിട്ടുള്ള പരിപ്പും തേങ്ങയൊക്കെ നമ്മൾ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സി ജാറ് നല്ല രീതിയിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം പരിപ്പും തേങ്ങയും ഇതിലേക്ക് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഇത് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇല്ല എങ്കിൽ ഇതിലേക്ക് ഇതുപോലെ 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് പൊടിച്ചെടുത്തത്. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ സമയത്ത് അലിയിക്കാനായി വച്ചിരുന്ന കരിപ്പട്ടിയൊക്കെ നന്നായി അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നൂൽപ്പരുവം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. കരിപ്പട്ടി നല്ല രീതിയിൽ അലിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് തന്നെ ചേർക്കാം. നമ്മൾ ഈ പൊടി ചേർക്കുന്നതിന് മുന്നായി സ്റ്റവിൻ്റെ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഈ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പനഞ്ചക്കര വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഈ പൊടികൾ മിക്സ് ചെയ്തെടുക്കാം.
ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ അല്പം കൂടുതൽ നെയ്യൊക്കെ ചേർത്തത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിതിൽ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, വെറും 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. കാരണം നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെറും 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കാവുമ്പം നെയ്യൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാകും. ഈ 5 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ഇതിൻ്റെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോഴിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന അടിപൊളി റെസിപ്പി. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ഈ സ്വീറ്റ് റെസിപ്പി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ലഡു ഷേപ്പിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ലഡു റെസിപ്പി തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. ഈ റെസിപ്പി ഒരു ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് പാത്രത്തിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇതിനകത്തേക്ക് വെച്ചിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നെയ്യ് ചേർത്തത്. അടുത്ത ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോപ്പ് ചെയ്യുന്ന ഈ ഒരു സാധനം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ബദാമും പിസ്തയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല വിലക്കുറവാണ്. അപ്പോൾ ഈ സാധനം വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി വാങ്ങിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. നമ്മൾ സ്വീറ്റ് റെസിപ്പിയൊക്കെ തയ്യാറാക്കൂലേ, ഈ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബദാമൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് അത്യാവശ്യമൊന്നുമില്ല, ഇതില്ലെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ ഗാർണിഷൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വീറ്റ് ഇതുപോലെ ചേർത്തിട്ട് നമ്മൾ ഒരേപോലെ ആക്കിയെടുക്കുക. പാത്രത്തിൻ്റെ എല്ലാ വശവും ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേപോലെ ആക്കിയിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ബദാമൊക്കെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബദാം തന്നെ ചേർക്കണമെന്നില്ല, ചിരകിയ തേങ്ങ ചേർത്താലും മതിയാകും. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുക്കാനായി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. എന്നാൽ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, അല്പം ചൂടുണ്ട്. എങ്കിലും പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. ആദ്യം കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയതിന് ശേഷം പാത്രത്തിൻ്റെ പുറത്തേക്ക് അല്പം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിതാ വളരെ എളുപ്പത്തിലാണ് ഇത് ഇളകി വന്നത്. അപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി തണുക്കാനുണ്ട്, എന്നാലും നല്ല അടിപൊളിയായിട്ട് വന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല രീതിയിൽ സെറ്റായി കിട്ടും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് കട്ടായി വരികയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ സ്വീറ്റ് റെസിപ്പി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ലഡു ഷേപ്പിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ ഈസിയാണ് ലഡു ഷേപ്പിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഞാൻ സ്വീറ്റ് റെസിപ്പി ലഡു ഷേപ്പിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഹെൽത്തി ആയ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലത്തെ നല്ല ടേസ്റ്റി റെസിപ്പി നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സ്വീറ്റ് റെസിപ്പിയേക്കാളും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി. അതുപോലെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചെറുപരിപ്പും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.